അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ ശക്തമായി തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കും. പ്രത്യേകിച്ച് അത് ആര്യാടൻ ഷൗക്കത്തിൻ്റെ നിലമ്പൂർ തെരഞ്ഞെടുപ്പിലൊക്കെ നമ്മൾ കണ്ടതാണ്. UDFന് ജയിപ്പിക്കുക, BJPയോട് താല്പര്യമില്ല അവർക്കാർക്കും, കാര്യം SUC അടക്കമുള്ള സംഘടനകളാണ്, അപ്പോൾ BJPയോട് താല്പര്യമില്ല. എന്നാൽ SUCI തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്യും. ഇപ്പം മിനിയൊക്കെ പലവട്ട സ്ഥാനാർത്ഥിയായിട്ടുള്ളവരാണ്. പിന്നെ അവർ മത്സരിക്കുമ്പോൾ എങ്ങനെയാണ് അവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തോൽപ്പിച്ച് ഐക്യനാഥ് മുന്നണിക്ക് വോട്ട് കൊടുക്കണമെന്ന് പറയുമെന്ന് നമുക്കറിയത്തില്ല. ഇനി SUCI മുന്നണിയിൽ ചേരുമെന്ന് അറിയത്തില്ല, അതേ പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്ന അതൊന്നും നമുക്കറിയത്തില്ല. അതൊക്കെ രാഷ്ട്രീയമാണ്. ഞാൻ പറയാൻ വന്ന പോയിന്റ് അതല്ല. കേരളം വീണ്ടും തോറ്റു. 70കൾ മുതൽ കേരളത്തിൽ വലിയ സമര വേലിയേറ്റം ഉണ്ടായിരുന്നു. ഒരുപാട് കാര്യങ്ങളെല്ലാം നേടിയത് സമരങ്ങളിലൂടെ തന്നെയായിരുന്നു. പക്ഷേ ആ സമരങ്ങളെല്ലാം മഹാഭൂരിപക്ഷം നയിച്ചത് ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകളാണ് എന്നുള്ളത്, അല്ലെങ്കിൽ ഇടതുപക്ഷ സംഘടനകളാണ് എന്നുള്ളതാണ് ഒരു കാര്യം. കാരണം അവർക്കാണ് ശക്തമായ സമരം ചെയ്ത് കാര്യങ്ങൾ നേടുന്നത് വരെ സമരം ചെയ്യാനുള്ളൊരു ശക്തിയും അതിനൊരു സഹന സമരവും ഒക്കെ നടത്താനുള്ളൊരു കഴിവും സംഘടനാ ബലവും ആൾബലവും ഒക്കെ ഉള്ളത് ഇടതുപക്ഷ സർവീസ് സംഘടനകൾക്കും ട്രേഡ് യൂണിയനുകൾക്കുമാണ്. പക്ഷെ അവർ ഒരുപാട് സമരം നടത്തിയിട്ടുമുണ്ട് കേരളത്തിൽ. 80കളാകുമ്പോൾ, 70കളുടെ കഥയാണ് ഞാനിപ്പോൾ, 80കളാകുമ്പോൾ സമരം ഒരു അശ്ലീലമാണ് എന്നുള്ള രീതിയിൽ കേരളത്തിൽ ചർച്ചകൾ വന്നു. 90കളായപ്പോൾ വികസനമാണ് വേണ്ടത് എന്നുള്ള ഒരു വളരെ ഗൗരവതരമായ ചർച്ച കേരള സമൂഹത്തിൽ വന്നു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തും ഡോക്ടർ MB പരമേശ്വരൻ, ഡോക്ടർ തോമസ് ഐസക്, CP നാരായണൻ, ഡോക്ടർ MK പ്രസാദ്, ഡോക്ടർ RVG മേനോൻ, ഡോക്ടർ ഇക്ബാൽ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ആളുകൾ ഒക്കെ വന്ന് പറഞ്ഞു, കേരളത്തിൽ ഇനി സമരമാണ് ഇവിടുത്തെ വലിയ പ്രശ്നം, അതുകൊണ്ട് സമരമല്ല വേണ്ടത്, വികസനമാണ് വേണ്ടതെന്ന് പറഞ്ഞ് പഞ്ചായത്തിൽ വികസനം മതി, പഞ്ചായത്തിൽ പ്രതിപക്ഷമില്ല എന്നൊക്കെ പറഞ്ഞ് ജനകീയാസൂത്രണം വന്ന് ഒരുപാട് കാര്യങ്ങൾ വന്ന് സമരത്തോട് കേരളത്തിനൊരു പുച്ഛമുള്ള മനോഭാവം ഉണ്ടാക്കിയെടുക്കാൻ, ഒരു സോഷ്യൽ കണ്ടീഷനിങ് ചെയ്തെടുക്കുവാൻ, ഒരു പൊതുബോധം സമരത്തിനെതിരെ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കേരളം ഈ നവംബർ 1 വിലയിരുത്തേണ്ടുന്ന വളരെ ഗൗരവതരമായ ഒരു വിഷയമാണ്. കാരണം കേരളം ആ കാര്യത്തിൽ രാഷ്ട്രീയമായി കേരളം തോറ്റാണ് കേരളം മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ എല്ലാവർക്കും വികസനം മതി. അത് കോർപ്പറേറ്റ് വികസനമാവട്ടെ, അല്ലെങ്കിൽ പിന്നെ ഗ്ലോബലൈസേഷൻ്റെ വികസനമാകട്ടെ, ക്യാപിറ്റലിസ്റ്റ് വികസനമാകട്ടെ, ആദ്യ തീവ്ര മുതലാളിത്ത വികസനമാകട്ടെ, വികസനം മതി എന്നുള്ളതാണ്. മറ്റൊരു സമരവും വിജയിക്കുന്ന കഥയല്ല. പ്രത്യേകിച്ച് പരിസ്ഥിതി സമരങ്ങളെല്ലാം നോക്കൂ. ഏത് പരിസ്ഥിതി സമരം എടുത്താലും അതിൽ മതസംഘടനകൾ, മത തീവ്രവാദികൾ, ഭീകരവാദികൾ, NGOകൾ, വ്യക്തികളൊക്കെയാണ്. ഇപ്പം വിളപ്പിശാല ഫാക്ടറി മുതൽ ഏത് സമരം എടുത്താലും അവരാണ് ഇതിൻ്റെ മുന്നിൽ നിന്ന് വിജയിപ്പിക്കുകയും അതിൻ്റെ മുന്നിലും